ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായി. വയനാട്ടിൽ നിന്നും രാവിലെ കസ്റ്റഡിയിലെടുത്ത ബോബിയുമായി പോലീസ് സംഘം രാത്രിയോടെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. നടി ഹണി റോസ് നൽകിയ രഹസ്യമൊഴിയിൽ വ്യവസായി ബോബിക്കെതിരെ കൂടുതൽ വിവരങ്ങളുണ്ടോ? നിലവിലെടുത്തിരിക്കുന്ന കേസിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ സാധ്യതയുണ്ടോ എന്നതിൽ നിർണായകമാവുക ഈ രഹസ്യമൊഴിയാകും. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹണി റോസ് 2 മണിക്കൂറോളം രഹസ്യമൊഴി നൽകിയിരുന്നു. ബോബിയെ ഈ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാകും ചോദ്യം ചെയ്യുന്നത്. നേരത്തെ താൻ ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് നേരിട്ട ദ്വയാർത്ഥം കലർന്ന ലൈംഗിക അധിക്ഷേപങ്ങളും അപകീർത്തിപ്പെടുത്തലുകളും അടക്കമുള്ളവയാണ് വ്യക്തമാക്കി ഹണി റോസ് പോലീസിന് പരാതി നൽകിയത്. കണ്ണൂർ ആലക്കോട് ബോബിയുടെ ഉടമസ്ഥതയിലുള്ള ജ്വല്ലറി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളടക്കം ഹണി റോസ് പരാതിയിൽ വിശദമായി പ്രതിപാദിച്ചു. ഇതിനുശേഷമാണ് പല വേദികളിലും തന്നെക്കുറിച്ച് നടത്തിയ ലൈംഗിക പരാമർശം കലർന്ന പരാമർശങ്ങളും മറ്റും ഡിജിറ്റൽ തെളിവുകളാക്കി ഹാജരാക്കിയത്. തൻ്റെ പേരും ചിത്രവും ഉൾപ്പെടുത്തി തമ്പനയിൽ സൃഷ്ടിച്ച് ഈ പരാമർശങ്ങൾക്ക് പ്രചാരം നൽകിയ 20ഓളം യൂട്യൂബ് ചാനലുകൾക്കെതിരെയും ഹണി റോസ് പരാതി നൽകിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഹണി റോസ് ഇന്ന് മജിസ്ട്രേറ്റ് മുൻപാകെ രഹസ്യമൊഴി നൽകിയത്. ഇതിലെ വിശദാംശങ്ങൾ പുറത്തു വരില്ലെങ്കിലും പോലീസ് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകും ഏതൊക്കെ കുറ്റങ്ങൾ ഉൾപ്പെടുത്തണം എന്നത് തീരുമാനിക്കുക. നിലവിൽ ലൈംഗികമായി അധിക്ഷേപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന BNS-ലെ 75, IT ആക്ടിലെ 67 എന്നീ വകുപ്പുകളാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ വാഹനം കയറിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ വാഹനത്തിനുള്ളിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ സ്റ്റേഷനകത്തേക്ക് കയറ്റും. കേൾക്കുന്നുണ്ട്. കേറിക്കോ. ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ വയനാട്ടിൽ നിന്നുള്ള പോലീസ് സംഘം എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. ബോച്ചെ അടക്കമുള്ള പോലീസ് സംഘം ഇപ്പോൾ സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ 11 മണിയോടുകൂടിയാണ് വയനാട്ടിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെയും കൊണ്ട് പോലീസ് സംഘം കൊച്ചിയിലേക്ക് പുറപ്പെട്ടത്. ഇപ്പോൾ ഏതാണ്ട് 8 മണിക്കൂറിലേറെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ കൊച്ചി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത് ഏതാണ്ടൊരു 14 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇപ്പോൾ കൊച്ചിയിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചിട്ടുള്ളത്. 2 വകുപ്പുകൾ പ്രകാരം സ്ത്രീത്വത്തെ അപമാനിച്ചു. ഒപ്പം സ്ത്രീത്വത്തെ അപമാനിച്ചതിനും IT ആക്ട് പ്രകാരവുമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസെടുത്തിരുന്നത്. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ വലിയ ഒരു ജനക്കൂട്ടമാണ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിന് വാഹനത്തിൽ നിന്നും
വളരെ തിരിച്ചു സന്തോഷിച്ച വയനാട് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കിയനുസരിച്ച് കോയമ്പത്തൂരിലേക്കുള്ള അദ്ദേഹത്തിനടുത്ത ഷോറൂം യാത്ര നിർദ്ദേശം ശേഷം മുന്നോട്ട് കൊണ്ടുവന്ന മൈക്കോണ 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 അനിവാര്യമാണ്. കാരണം ഏത് സാഹചര്യത്തിലാണ് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഉണ്ട്. അതിനുശേഷം നാളെ തൊട്ടടുത്ത് ഹാജരാക്കും.